യെസ്, ട്രിഗ്നോമെട്രി എന്ന ചാപ്റ്ററിലെ അടുത്തൊരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് ഇത്. നേരെ നോക്കിയിരുന്നോളൂ. ഇൻ ദ ഫിഗർ ABCD ഈസ് എ റോംബസ്. ഇവിടെ മനസ്സിലാക്കേണ്ട വെരി ഇമ്പോർട്ടന്റ് പോയിന്റ് എന്താണെന്നറിയോ? റോംബസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പാരലോഗ്രാമിന്റെ എല്ലാ സൈഡും ഈക്വൽ ആണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് എന്ത്? റോംബസ്. റോംബസ് എന്ന് പറഞ്ഞാൽ അതൊരു പാരലോഗ്രാം ആണ്, അതിന്റെ എല്ലാ സൈഡും ഈക്വൽ ആണ്. അതിന്റെ പെരിമീറ്റർ 68 ആണെന്ന് പറഞ്ഞാലേ ഇതാ 1 2 3 4 ഈ 4 സൈഡും കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത്? 4 സൈഡ്, അതായത് ഈ 4 സൈഡും കൂടി ആഡ് ചെയ്താൽ എന്ത് കിട്ടും? 68 കിട്ടും. അതായത് പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് എത്രയാണ്? 68 എന്ന് പറഞ്ഞിട്ടുണ്ട്. എഴുതിക്കോളൂ. പെരിമീറ്റർ എന്നുള്ളത് 68 കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഒരു സൈഡ് എങ്ങനെ കാണാം? പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ 4 സൈഡും കൂടി കൂടിയതാണ് പെരിമീറ്റർ അല്ലേ? 4 സൈഡും കൂടി കൂടിയതാണ് പെരിമീറ്റർ അല്ലേ? 4 സൈഡ് കൂടിയതാണ് പെരിമീറ്റർ. മനസ്സിലാവണമെങ്കിൽ ഇവിടെ ഞാൻ സൈഡ് തന്നെ എഴുതി വെക്കുകയാണ്. ഇങ്ങനെ ഇതാ 4 സൈഡ് കൂടിയതാണ്. 4 സൈഡും കൂടി ആഡ് ചെയ്താലാണ് എന്ത് കിട്ടുക? 4 സൈഡും കൂടി ആഡ് ചെയ്താലാണ് പെരിമീറ്റർ ആയ 68 കിട്ടുക. ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇതൊന്ന് ഒരു സൈഡ് എങ്ങനെ കിട്ടും? ഒരു സൈഡ് കിട്ടാൻ 68നെ ഏതോട്ട് ഡിവൈഡ് ചെയ്താൽ മതി? 4 ഡിവൈഡ് ചെയ്താൽ മതി. ആൻസർ എത്രയാണ്? 17. സോ ഇതിന്റെ എല്ലാ സൈഡും, ഈ സൈഡ് 17 ആയിരിക്കും, ഈ സൈഡ് 17 ആയിരിക്കും, എല്ലാ സൈഡും എന്തായിരിക്കും? എല്ലാ സൈഡും എത്രയായിരിക്കും? 17 ആയിരിക്കും. സോ ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എല്ലാ സൈഡും 17 ആയിരിക്കും. ഈ ടോട്ടൽ ആട്ടോ 17. ഈ A മുതൽ B വരെയുള്ളതാണ് 17. ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ നേരെ നോക്കിയിരുന്നോളൂ. ഇതില് ഈ DE എന്നത് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. ഇവിടെയാണ് സ്കില്ല് യൂസ് ചെയ്യേണ്ടത്. 40 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് കാണണം. അവിടെ സൈഡിൽ മനസ്സിലാവണമെങ്കിൽ എഴുതി വെച്ചോളൂ. 40 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് കാണണം അല്ലെ? 40 ഡിഗ്രിക്ക് അല്ല, ഓപ്പോസിറ്റ് അല്ലടാ DE. എന്താ തന്നിട്ടുള്ളത്? ഹൈപ്പോട്ടനസ് തന്നിട്ടുണ്ട്. ക്ലിയർ ആണോ? 40 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് ആയ DE കാണണം. ഹൈപ്പോട്ടനസ് തന്നിട്ടുണ്ട്. ഈ 17 പറയുന്നത് ഇങ്ങനെയുള്ളതിനെ പറയുന്ന പേര് ഹൈപ്പോട്ടനസ് എന്നാണ്. അങ്ങനെയാണെങ്കിൽ ഓപ്പോസിറ്റ് ഹൈപ്പോട്ടനസ് ഉള്ള ഇക്വേഷൻ ഏതാന്ന് പഠിക്കണം. ഏതാണ് ഓപ്പോസിറ്റ് ഹൈപ്പോട്ടനസ് ഉള്ള ഇക്വേഷൻ? സൈൻ. സോ ഞാൻ സൈൻ ഇവിടെ അപ്ലൈ ചെയ്യാണ്. എന്താണ് സൈൻ എന്ന് പറഞ്ഞാൽ സൈൻ 40 ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് എന്താണ്? DE അല്ലേ? DE. ക്ലിയർ അല്ലേ? ബൈ ഹൈപ്പോട്ടനസ് 17 അല്ലേ? ഹൈപ്പോട്ടനസ് എത്രയാണ്? 17. ജസ്റ്റ് ക്രോസ് ചെയ്താൽ ആൻസർ കിട്ടും. DE ഇൻറ്റു ആരുമില്ല, ആരെഴുതുക? DE അല്ലേ? ഈസ് ഈക്വൽ ടു സൈൻ 40 ഇൻറ്റു 17. ക്ലിയർ അല്ലേ? സൈൻ 40 എത്രയെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും. എത്രയാണ്? 0.64 അല്ലെ? മൊത്തമായിട്ട് എടുക്കണമെന്നില്ല. 0.64 ഇൻറ്റു 17. വേഗം മൾട്ടിപ്ലൈ ചെയ്താൽ ആൻസർ കിട്ടും. 0.64 ഇൻറ്റു 70 മൾട്ടിപ്ലൈ ചെയ്ത് നോക്ക്. 64 ഇൻറ്റു 17 മൾട്ടിപ്ലൈ ചെയ്താൽ ആൻസർ കിട്ടും. 64 ഇൻറ്റു 17 മൾട്ടിപ്ലൈ ചെയ്താൽ ആൻസർ കിട്ടും. എത്ര? 10.88 എന്ന് കിട്ടും അല്ലെ? 64 ഇൻറ്റു 17 64 ഇൻറ്റു അത്രയൊന്നും വേണമെന്നില്ല. 2 പോയിന്റ് എടുത്താൽ മതി കേട്ടോ. 3 പോയിന്റ് ഉണ്ടെങ്കിലും 2 പോയിന്റ് എടുത്താൽ മതി. ചെറിയ വ്യത്യാസം ഉണ്ടാവും ആൻസറിൽ. 10 പോയിന്റ് വേറെ എന്തെങ്കിലും ഒക്കെ ആവും അല്ലെങ്കിൽ. യെസ്, നോ ഇഷ്യൂ. ഓക്കെ, 10.9 കിട്ടിയാലും കുഴപ്പമില്ല. 10 പോയിന്റ് സംതിങ് കിട്ടും. ഓക്കെ, കുഴപ്പമില്ല. 3 പോയിന്റ് എടുത്ത ആളുകൾക്ക് ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും ആൻസറിൽ. ഓക്കെ, അതായിരുന്നു B ക്വസ്റ്റ്യൻ. C ക്വസ്റ്റ്യൻ ഒന്ന് നോക്കൂ. ഇതിന്റെ ഏരിയ കാണണം. എന്താണ് ഏരിയ? എങ്ങനെയാണ് റോംബസിന്റെ ഏരിയ കാണുക? പാരലോഗ്രാമിന്റെ ഏരിയ എന്താണോ അത് തന്നെയാണ് റോംബസിന്റെ ഏരിയയും.
പാരലോഗ്രാമിന്റെ ഏരിയ എങ്ങനെയാണോ കണ്ടത് അത് തന്നെയാണ് റോംബസിന്റെ ഏരിയയും. ബി ഇൻറ്റു എച്ച്. ബി എന്ന് പറഞ്ഞത് ദാ ഇവിടെ തന്നിട്ടുണ്ട്. ബേസ് എത്രയാണ്? 17 ഇൻറ്റു ഹൈറ്റ്. ഇപ്പൊ നമ്മളിവിടെ ഈ ഡി എന്നുള്ളതാണ് ഹൈറ്റ്. അപ്പൊ നമ്മളിവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് 10.88 അല്ലെ. സോ 10.88 വേഗം മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക. 17 ഇൻറ്റു 10.88 മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക. 17 ഇൻറ്റു 10.88 മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക. വേഗം മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക. 10.88 ഇങ്ങനെ വലിയൊരു നമ്പറേക്കാരം കിട്ടുക. 18, 4, 9, 6 ഇങ്ങനെ എന്തോ ഒരു നമ്പറാണ് കിട്ടുക. ഇതിൽ എത്ര പൊസിഷൻ മാറ്റിയിടണം? 2 പൊസിഷൻ മാറ്റിയിടണം. 18 പോയിന്റ് അല്ലല്ലോ, 184 പോയിന്റ് അല്ലേ കിട്ടുക? 2 പോയിന്റ് അല്ലേ മാറ്റുണ്ട്? 2 പോയിന്റ് കാട്ടുമ്പോ കണ്ടോ, ഇവിടുന്നാണ് ഈ സൈഡിൽ നിന്നാണ് 2 പോയിന്റ് മാറ്റിടുക. 184.96 സെന്റിമീറ്റർ സ്ക്വയർ എന്ന ആൻസർ കിട്ടും. 4 മാർക്കിന് സിമ്പിൾ ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഓക്കെ, പഠിച്ചോളൂ. യെസ്.